ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റ്സുകളുടെ കവർ സൈസ് പ്ലാന്റ്സുകൾ അയക്കുമ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് വരുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു കവറിൽ വരുന്ന പ്ലാന്റ് എങ്ങനെയാണ് നമ്മളൊരു പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെ വളങ്ങളാണ് ചേർക്കേണ്ടതെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു കവർ സൈസ് ഹൈബ്രിഡ് ബോഗൻവില്ല നിങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് സുറുമി എന്നാണ്. നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്കറിയുന്ന നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ആട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫ്ലെയിം റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ് ആണ് റിപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, എനിക്കറിയാവുന്നതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പം എൻ്റെ കയ്യിൽ നിന്നല്ലേ എവിടെ നിന്ന് നിങ്ങൾ ഓൺലൈനിലും ഇതുപോലെയുള്ള ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റ്സുകൾ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാതിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ ഇവിടുന്ന് എല്ലാം ചെറിയ പോട്ടുകളിലാക്കിയിട്ടാണ് അയക്കുന്നത്. നമ്മൾ ബെയറൂട്ടായിട്ട് അങ്ങനെ അധികം അയക്കലില്ല. കൂടുതലും നമ്മൾ ഇതുപോലെ തന്നെ ചെറിയൊരു സ്ക്വയർ പോഡിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു പോഡിലേക്ക് ചേഞ്ച് ചെയ്ത് പ്ലാന്റുകളാണ് അയക്കാറ്. അതല്ലെങ്കിൽ വലിയ റേറ്റ് കൂടിയ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ സെയിം പോട്ടോടുകൂടി തന്നെ ആയിരിക്കും നമ്മൾ വിടുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ധൃതിക്ക് കവറിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്ത് ഈ സ്റ്റെമ്മൊക്കെ ഊരിയെടുത്ത് ഇതിൻ്റെ റൂട്ട് എത്രയുണ്ടെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് മൊത്തത്തിൽ ഡാമേജ് ആയി പോകും കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ ഏത് സ്റ്റേജിലാണോ ആ പ്ലാന്റ് കിട്ടുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊരു 1 വീക്കെങ്കിലും നിങ്ങളുടെ ക്ലൈമറ്റിൽ വെച്ച് സേഫ് ആയിട്ട് വെക്കും കേട്ടോ. അതിനുശേഷം മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസ് 50-50 ആണ് കേട്ടോ. 50% റെഡിയായി കിട്ടാനും ചാൻസ് ഉണ്ട്, 50% ആ പ്ലാന്റ് നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ധൃതി പിടിച്ച് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യരുത്. നിങ്ങളുടെ ഒരു ക്ലൈമറ്റിൽ ഒരു 1 വീക്ക് ഭയങ്കര വെയിലടിക്കുന്നിടത്ത് വെക്കാതെ ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്ന കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലെ ഒരു പ്ലാന്റ് ഒരു വീക്ക് ഒരാഴ്ചയെങ്കിലും മാക്സിമം വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു പോട്ടിങ്ങിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഫ്ലെയിം റെഡിൻ്റെ ഒരു പ്ലാന്റ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യണതെന്ന് കാണിച്ചു തരാവേ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് എടുത്ത് വെക്കുക. ഈ കവറിൽ നിന്ന് ഈ പ്ലാന്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അടുപ്പിച്ച് വെക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതൊരു പോട്ട്, ഞാൻ ഇതുപോലെ ഒരു 8 ഇഞ്ച് സൈസ് വരുന്ന ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാനായിട്ടൊരു ബ്ലേഡും, ഇത് നമ്മൾ വളമാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം തന്നെ നമ്മളൊന്ന് അടുപ്പിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കത്രികയുണ്ട്, ബ്ലേഡ് എന്തെങ്കിലും എടുത്താൽ മതിയേ. അതുപോലെ തന്നെ നമുക്ക് ഏത് പോട്ടിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സൈസിൽ വരുന്ന പോട്ട്, ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 ഇഞ്ച് സൈസ് വരുന്നൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വരുന്നത് പോട്ടി മിക്സും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊരു പോട്ടി മിക്സ് എടുക്കുകയാണെങ്കിൽ നല്ല ചുമന്ന മണ്ണും അതിനകത്ത് ഉമി ഉണ്ടെങ്കിൽ കുറച്ച് ഉമിയും ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇതിന് വളങ്ങളായിട്ട് നമുക്ക് ചാണകപ്പൊടി അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ചാണകപ്പൊടി അധികം ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം, വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉമിയും മണ്ണും ആട്ടിൻ കാഷ്ടം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു പോട്ടി മിക്സാണ്. ചെറിയ രീതിയിൽ വളരെ ചെറിയ അളവിൽ പെർലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പെർലൈറ്റ് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി വെക്കണം. അതിനുശേഷം വേണം കേട്ടോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് 19-19-19 എന്ന് പറഞ്ഞ വളമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ DAPയും ഫാക്ടം ഫോസും അതാണ് ഏറ്റവും നല്ലത്. പ്ലാന്റിൻ്റെ ഗ്രോത്തിനും ഫ്ലവർ ഇടാനൊക്കെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത് DAPയും ഫാക്ടം ഫോക്സും കൂടി മിക്സാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ പ്ലാന്റ് വളരെ വലുതായിക്കോട്ടെ, എന്നിട്ട് നിറഞ്ഞ് പൂക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് വളരെ ഒരുപാട് ഇങ്ങനെയൊന്നും വാരി ഇടരുത് കേട്ടോ. വളരെ ചെറിയ അളവിൽ മാത്രമേ നമ്മൾ ഈ വളങ്ങളൊക്കെ ഉപയോഗിക്കാവുള്ളൂ. ഈ വളങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ചൂടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ റൂട്ടിന് ചൂട് കൂടിയിട്ട് പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ വളങ്ങളൊന്നും അധികമായിട്ട് കൊടുക്കരുത്. വളരെ ചെറിയ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നിങ്ങൾ വളങ്ങൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാസാക്കോട്ടയാണ് കേട്ടോ. ഇതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകളും ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് എല്ലാ പ്ലാന്റ്സുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ബാസാക്കോട്ട. ബാസാക്കോട്ടയുടെ തടികൾ നമ്മൾ കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഫ്ലവറിങ്ങിനും പ്ലാന്റിൻ്റെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇത് സ്ലോ റിലീസ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. 6 മാസം വരെ ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുവേ.
അപ്പോൾ പ്ലാന്റ്സിന്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന പോട്ടി മിക്സിനകത്ത് ചെറിയ ഗ്രാനുൾസ് കാണത്തില്ല, അത് ഈ ബാസാക്കോട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പോട്ടി മിക്സിനകത്ത് ബാസാക്കോട്ട ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാസാക്കോട്ട പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇത് 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. 350 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഒരു ഫെർട്ടിലൈസറിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ചെടിക്ക് ഒരു പോട്ടിങ്ങിനകത്ത് ഏകദേശം ഒരു 6-7 തരി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ മാത്രം ഒരു പ്ലാന്റിന് എന്നുള്ള രീതിക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിത് ഒരുപാട് ചെടികൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓൺലൈനിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ഫെർട്ടിലൈസറിന് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ഫെർട്ടിലൈസർ അവൈലബിൾ ആണ്. 250 ഗ്രാമിന് 350 രൂപ പ്ലസ് ഈസിയാണ്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും കത്രികയോ കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് വളരെ സേഫ് ആയിട്ട് തന്നെ വേണം കേട്ടോ ഇതിന്റെ കവർ കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ഒരു കാരണവശാലും ധൃതി പിടിച്ച് വലിച്ചു പറിച്ചെടുക്കരുത്. നല്ല സേഫ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ പതിയെ കവർ ഊരി റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചില ആളുകൾ വിചാരിക്കും ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുമ്പോൾ ഇതിന്റെ റൂട്ട് ഇറങ്ങുമോ, ഈ പ്ലാന്റിനകത്ത് ഗ്രോത്ത് ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ച് ഇത് അടത്തി കളയട്ടെ. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ഈ കവർ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റേജിലാണ് കിട്ടുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പോട്ടിനകത്തേക്ക് ഇതുപോലെ സേഫ് ആയിട്ട് തന്നെ ഇറക്കി വെക്കാം കേട്ടോ. ഇത് കണ്ടോ, അതുപോലെ നല്ല സേഫ് ആയിട്ട് തന്നെ ഇറക്കി വെക്കുക. ഇതിന്റെ സൈഡിൽ നിന്നുള്ള മണ്ണൊന്നും നമ്മൾ അധികം ഇളകി പോകാതെ നോക്കണേ. ഇപ്പം നമുക്കിതാ ഇത് നമ്മളിപ്പോൾ 19 ആണ് കേട്ടോ, വളരെ കുറഞ്ഞ അളവിൽ ഇത്ര മാത്രമായിട്ടോ ഞാൻ ഇടുന്നുള്ളൂ, ഒരുപാടൊന്നും ഇടുന്നില്ല. അതേ കാണുന്ന വളരെ കുറച്ച് മാത്രമാണ് ഇടുന്നത്. ഈ സൈഡിൽ കൂടി പതിയെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സൈഡിൽ കൂടി പതിയെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പോട്ട് മിക്സ് ബാക്കിയുള്ള ഭാഗത്തും കൂടി ഇട്ട് ഫില്ല് ചെയ്യാം. ഈ രീതിക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഈ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് അനങ്ങുമൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ റൂട്ടിന് അനക്കം തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് നന്നായിട്ട് അമുക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഉമിയും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പോട്ടി മിക്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക, ഭയങ്കര കട്ട പിടിച്ചിരിക്കില്ല കേട്ടോ. ഇപ്പോൾ ലൂസായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു പോട്ടി മിക്സ് ഇരിക്കണത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീപോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വളം ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നനച്ച് കൂടി കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് നനച്ച് കൊടുക്കണേ. ഇനിയിപ്പോൾ നമ്മളിതിപ്പോൾ നന്നായിട്ട് നനച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ദിവസം നമ്മൾ കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത്, ഇപ്പം നേരിട്ട് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും വെക്കരുത്. കുറച്ച് ദിവസം ഒന്ന് തണലത്ത് വെച്ച് പ്ലാന്റ് ഒന്ന് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വന്നതിന് ശേഷം നല്ല വെയിലുള്ളിടത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചെറിയ കൂമ്പുകൾ നമ്മളിങ്ങനെ നുള്ളി കളയണതും പുതിയ ശിഖരങ്ങൾ വരാനും പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരാനും ഫ്ലവറിങ് പെട്ടെന്ന് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ഹൈബ്രിഡ് ബോഗൻവില്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ മസ്റ്റായിട്ടൊന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഉള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബായ്.